വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു തആലയുടെ ഈ ഒരു മസ്ജിദിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം പടച്ച റബ്ബിൻ്റെ അരികിൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആലയുടെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ പടച്ച റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ധാരാളം അമലുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അല്ലാഹു തആല അത് നമ്മിൽ നിന്നും സ്വീകരിക്കണമെന്നും അതിലൂടെ അല്ലാഹു തആലയുടെ സ്വർഗം നേടിയെടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. അതിനുവേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇബാദത്തുകൾ റബ്ബിൻ്റെ മാർഗത്തിൽ, ദീനിൽ ധാരാളമായി നമ്മൾ ചെയ്തു കൂട്ടാറുണ്ട്. എന്നാൽ ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും എന്നാൽ ആ കർമ്മം ഒന്നുപോലും സ്വീകരിക്കപ്പെടാത്ത ഒരവസ്ഥ നമുക്കുണ്ട് എങ്കിൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നഷ്ടമായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ചില ആളുകളെ പറ്റി പറയുന്നുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായ ആളുകളെ പറ്റി നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ ചോദിക്കുകയാണ്. അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. അവരാകട്ടെ ഐഹിക ജീവിതത്തിൽ അവരുടെ പ്രയത്നങ്ങൾ, അവരുടെ ഓരോ പ്രവർത്തനങ്ങളും പിഴച്ചുപോയ ആളുകളുമാണവർ. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അവർ കരുതുന്നത് തങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതെല്ലാം അല്ലാഹു തആല നല്ല പ്രവർത്തനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് അവർ കരുതുകയും ചെയ്യുമെന്ന് അവർ കരുതുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നാൽ ഇതുപോലെ ധാരാളമായി കർമ്മങ്ങൾ ചെയ്യുകയും ആ കർമ്മങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്ന ആളുകളിലല്ല നമ്മൾ ഉൾപ്പെടേണ്ടത്. മറിച്ച് നമ്മൾ ഏതൊരു കർമ്മം ചെയ്താലും ആ കർമ്മങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതിലൂടെ അല്ലാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലൂടെ തന്നെ സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് ധാരാളമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെയും സ്വഹാബത്തിന് മുമ്പിൽ ധാരാളമായി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് സ്വർഗവും നരകവും എന്നുള്ളത്. ഏതൊരു വ്യക്തിയും ആ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനനുസൃതമായിട്ടുള്ള അമലുകൾ അവൻ ചെയ്യൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന. നരകത്തിയിൽ നിന്നും ഒരുവൻ രക്ഷപ്പെടുകയും സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു വിജയമാണ്. എന്നിട്ട് അല്ലാഹു തആല ഈ ദുനിയാവിനെ പറ്റി പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഈ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളല്ല നമ്മൾ, മറിച്ച് അല്ലാഹു തആലയുടെ പരലോകത്തിന് വേണ്ടി ധാരാളമായി കഷ്ടപ്പെടേണ്ടുന്ന ആളുകൾ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായിട്ടുള്ള സ്വഹാബികൾ, ആ സ്വഹാബികൾ ഓരോരുത്തരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ പഠിക്കുകയും ഈ ദീനിന് വേണ്ടി അവരെല്ലാം പരിശ്രമിച്ച ശ്രമങ്ങൾ നിസ്സാരമായിരുന്നില്ല. അവർ അത്രയേറെ അമലുകൾ ചെയ്തുകൊണ്ടായിരുന്നു ഓരോരുത്തരും മുന്നോട്ട് പോയിരുന്നത്. അവർ അവരുടെ സ്വന്തം ശരീരം കൊണ്ട്,
അതുപോലെ തന്നെ അവർ സ്വരുക്കൂട്ടി അവരുടെ സമ്പത്ത് കൊണ്ട്, അവരുടെ ഇൽമിനെ കൊണ്ട്, ഇങ്ങനെ എല്ലാ തരത്തിലും അല്ലാഹു തആലയുടെ ദീനിനെ അവർ സഹായിക്കുകയും അല്ലാഹു തആലയുടെ പരലോകം അവിടെ രക്ഷപ്പെടണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയും പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ. നമുക്കറിയാം, സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ശക്തമായി വിമർശിക്കുന്ന ആളുകൾ ഏറ്റവും അധികം പറയുന്ന കാര്യം, അതല്ലെങ്കിൽ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ രൂപത്തിൽ ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിൻ്റെ നിലപാടാണ് സ്വർഗവും നരകവും നേരത്തെ സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഖദരിയാക്കളെ പോലെ, മുഅ്തസിലിയ വിഭാഗം, അത്തരത്തിലുള്ള ആളുകളെ പോലെയുള്ള ആളുകൾ അവർ സ്വർഗനരകങ്ങളെ നേരത്തെ സൃഷ്ടിച്ചു എന്നതിനെ വിമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത് പരലോക സംബന്ധമായ, അതല്ലെങ്കിൽ അന്ത്യനാളിൽ ആ ഒരു സമയത്ത് മാത്രമായിരിക്കും സ്വർഗനരകങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്ന് പോലും വാദിക്കുന്നവരും യഥേഷ്ടം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതുപോലെ തന്നെ സ്വർഗവും നരകവും തീരെ ഇല്ല എന്ന് വാദിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ എത്രയെത്ര ആയത്തുകൾ ഇതിന് തെളിവായി നമുക്ക് കാണാൻ സാധിക്കും. ധാരാളക്കണക്കിന് ആയത്തുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണാം. ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ. അല്ലാഹു തആല പറയുകയാണ്, കല്ലുകളും അതുപോലെ തന്നെ മനുഷ്യ ശരീരങ്ങളും ഇന്ധനമായി തീരുന്ന ആ നരകത്തീരെ നിങ്ങൾ കാത്തുകൊള്ളട്ടെ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഉഇദ്ദത് ലിൽ കാഫിരീൻ. ആ നരകമാകട്ടെ കുഫാറുകൾക്ക് വേണ്ടി പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളതാണ്, എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ളതല്ല. മറിച്ച് അല്ലാഹു തആലയെ നിഷേധിക്കുന്ന, ഈ ദീനിനെ പരിഹസിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ഈ ദീനിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവർക്ക് വേണ്ടി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ് ആളിക്കത്തുന്ന നരകമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. ഇനി സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിലേക്കും അല്ലാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അതുപോലെ ആ സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചുകൊണ്ട് മുന്നേറിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. ആകാശഭൂമികളെക്കാൾ വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധാരാളമായി ശ്രമിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. എന്നിട്ട് ആ സ്വർഗം ആർക്ക് വേണ്ടിയാണ് നൽകപ്പെടുന്നത്? അത് മുത്തഖീങ്ങളായിട്ടുള്ള, അല്ലാഹു തആലയെ ധാരാളമായി സൂക്ഷിക്കുന്ന സൂക്ഷ്മാരുക്കളായ ആളുകൾക്ക് വേണ്ടിയാണ് ആ സ്വർഗം അല്ലാഹു തആല ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതം, പ്രത്യേകിച്ച് ഈ ദുനിയാവിൽ കിട്ടിയ നമുക്ക് നൽകിയ ഈ ഒരു അവസരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് തന്നെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാരൊക്കെയെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖ്അദുഹു ബിൽ ഗദാതി വൽ അശി. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൽ രാവിലെയും വൈകുന്നേരവും അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന. ഒരുവൻ സ്വർഗ്ഗക്കാരനാണെങ്കിൽ ആ സ്വർഗം അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. വ ഇൻ കാന മിൻ അഹ്ലിൻ നാർ. ഇനി ഒരുവൻ നരകത്തിൻ്റെ ആളാണെങ്കിൽ ആ നരകത്തെയും അവൻ്റെ മുമ്പിൽ കാണിക്കപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. അവിടുന്ന് പറയുകയാണ്, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫയുഖാലു ഹാദാ മഖ്അദുക്. ഇത് നിന്റെ സ്ഥാനമാണ്, ഇത് നിനക്കുള്ള സ്ഥാനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ രൂപത്തിൽ ഖബറാളികൾക്ക് കാണിക്കപ്പെടുമെന്ന് ഹദീസുകളിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ വേറെ ചില ഹദീസുകളിൽ കാണാം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലൗ റഅയ്തും മാ റഅയ്ത ലദഹിക്തും ഖലീല വലബകൈതും കസീറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ കുറച്ചു മാത്രം നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലബകൈതും കസീറ. ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ധാരാളമായി നിങ്ങൾ കരയുമായിരുന്നു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. നമുക്കറിയാം, സ്വർഗ നരകങ്ങൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ആളുകളാണ്.
പരലോക സംബന്ധമായ എത്രയോ വിശദീകരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഖബർ ജീവിതം, ബർസഖിയായ ലോകത്തെ സംബന്ധിച്ച് പ്രമാണബദ്ധമായി പഠിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ഖുർആനിൻ്റെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളിലൂടെയൊക്കെ അതെല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും പരലോകത്തെ ഓർത്തുകൊണ്ട് ഭയപ്പെടാനും പരലോകത്തെ ഓർത്തുകൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് മാറിയിരുന്ന് കരയുവാനും നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആയത്ത് നമുക്ക് പറയാൻ കഴിയണം, ഇന്ന ആയത്ത് കേട്ടപ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്ന ഹദീസുകൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടായി, സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ എനിക്ക് പ്രയാസമുണ്ടായി. മഹാന്മാരായിട്ടുള്ള സ്വഹാബികൾ അവർ ഈ രൂപത്തിലായിരുന്നു. ഖബറിൻ്റെ അരികിലൂടെ പോകുമ്പോൾ കരയുന്ന സ്വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ നമുക്ക് ധാരാളമായി കാണാൻ പറ്റുമായിരുന്നു. ഇതവരുടെ ഒരു പ്രകൃതമാണ്. ആ സ്വഹാബത്തിൻ്റെ ജീവിത ശൈലികൾ ആ രൂപത്തിലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾ പറഞ്ഞ കാര്യം അതേതൊക്കെയാണ്? താങ്കൾ അറിഞ്ഞിരുന്ന കാര്യം, താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, അത് ഞങ്ങളെങ്ങാനും അറിയുമെങ്കിൽ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആ കാര്യം ഏതാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗ നരകങ്ങളെ എനിക്ക് മുമ്പിൽ കാണിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയ ആളാണ്. ഇതെങ്ങാനും ഞാൻ കണ്ട പോലെ, ഞാൻ അറിഞ്ഞിരുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട സ്വർഗമെന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് ഓരോ മുഅ്മിനുകളായ ആളുകളും ഓരോ വിശ്വാസികളും വിശ്വാസിനികളും കൃത്യമായി പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅദത്തു ലിഇബാദി സ്വാലിഹീൻ. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, എൻ്റെ സൽവൃത്തരായിട്ടുള്ള എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചിരിക്കുന്നു മാ ലാ ഐന റഅത്, ഒരു കണ്ണുകൾ കൊണ്ടും കാണാൻ കഴിയാത്തതും, വലാ ഉദുന സമിഅത്, അതുപോലെ തന്നെ ഒരു കാതും കേട്ടിട്ടില്ലാത്തതും, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ ഹൃദയം കൊണ്ട് ഒരിക്കലും വിഭാവനം ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള അങ്ങനെയൊരു സ്വർഗമാണ് അവർക്ക് വേണ്ടി നാം, അല്ലാഹു തആല പറയുകയാണ്, അവർക്ക് വേണ്ടി നാം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഹദീസുകളിലൂടെ, ഒരു ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ അബൂ സഈദ് സഹൽ ഇബ്നു സഈദ് സാഇദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്നത്തി ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, സ്വർഗ്ഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവും അതിലുള്ളതിനേക്കാൾ ഏറ്റവും ഉത്തമമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ വിശാലതയെ പറ്റി പറയുന്നിടത്ത് കാണാം, മൻ ആമന ബില്ലാഹി വ റസൂലിഹി, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുകയും വഅഖാമ സ്വലാത്ത വസാമ റമദാൻ, അവൻ ദീർഘമായി നമസ്കരിച്ചു, അതുപോലെ റമദാനിലെ നോമ്പെടുത്തു, കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന, അങ്ങനെയുള്ള ഒരുവനെ അല്ലാഹു തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് റബ്ബിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ഹാജറ ഫീ സബീലില്ലാഹ്, ഒരുവൻ അല്ലാഹു തആലയുടെ മാർഗ്ഗത്തിൽ ഹിജറ ചെയ്തു, ഔ ജലസ ഫീ അർദിഹി അല്ലതി വുലിദ ഫീഹാ, അതല്ലെങ്കിൽ അവൻ എവിടെയാണോ ജനിച്ചത് അവിടെ തന്നെ അവൻ കഴിച്ചുകൂടുകയും ചെയ്തു. ഖാലു യാ റസൂലല്ലാഹ്, അന്നേരം സ്വഹാബികൾ ചോദിച്ചു, അഫലാ നുനബ്ബിഉൻ നാസ ബിദാലിക്, അല്ലാഹുവിൻ്റെ റസൂലെ ഈ പറയപ്പെട്ട സ്വർഗത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജത്തിൻ, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജത്തിൻ, സ്വർഗമെന്ന് പറഞ്ഞാൽ അതിന് 100ഓളം പദവികളുണ്ട്. അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലിഹി, അല്ലാഹു തആലയുടെ മാർഗ്ഗത്തിലുള്ള മുജാഹിദീങ്ങൾക്കുള്ളതാണ് ആ സ്വർഗം. കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർദ്, ആ സ്വർഗത്തിൻ്റെ അതിനിടയിലുള്ള ഓരോ തട്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പദവി എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വിശാലമാണ്. ഫഇദാ സഅൽതുമുല്ലാഹു ഫസലൂഹുൽ ഫിർദൗസ്, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയാണ് എങ്കിൽ അതിലെ ഫിർദൗസിനെ തന്നെ നിങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായൊരു പദവിയാണ്. ആ ഏറ്റവും ഉന്നതമായ പദവിയെ
നിങ്ങൾ അല്ലാഹു തആലയോട് ചോദിച്ചു കൊള്ളട്ടെ. നമ്മളെല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പല രൂപത്തിലും സ്വർഗത്തെ സംബന്ധിച്ച് നമ്മൾ റബ്ബിനോട് തേടാറുണ്ട്. സ്വർഗത്തിൽ ഇന്ന ഇന്ന പദവികൾ എനിക്ക് നൽകണമേ എന്ന് പലപ്പോഴും നമ്മൾ അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വർഗത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ പദവിയെ നിങ്ങൾ അല്ലാഹു തആലയോട് ചോദിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഫഇന്നഹു ഔസതുൽ ജന്നതി വഅഅലൽ ജന്നതി വഫൗഖഹു അർശുർ റഹ്മാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് സ്വർഗത്തിൻ്റെ ഏറ്റവും മധ്യമ ഭാഗത്തുള്ളതും ഏറ്റവും ഉന്നതവുമായിട്ടുള്ളൊരു സ്ഥാനമാകുന്നു. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിൻ്റെ മേലാണ് അല്ലാഹുവിൻ്റെ അർശുള്ളത്. ഈ പറയപ്പെട്ട ജന്നത്തുൽ ഫിർദൗസിൻ്റെ അതിൻ്റെയും മുകളിലാണ് അല്ലാഹുവിൻ്റെ അർശ് അവിടെ നിലകൊള്ളുന്നത്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, അതിൽ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള ഓരോ അരുവികളിലേക്കും അതിൻ്റെ നീരുറവകൾ അത് പൊട്ടിയൊഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് ഏത് രൂപത്തിലാണ് എന്നും ചില ഹദീസുകളിലൂടെ പറഞ്ഞു. ലബിനത്തുൻ മിൻ ദഹബിൻ വലബിനത്തുൻ മിൻ ഫിദ്ദത്തിൻ, അതിലെ ഇഷ്ടികകൾ എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടും അതുപോലെ തന്നെ വെള്ളികളെ കൊണ്ടുമാണ്. മിലാതുഹാ അൽ മിസ്കുൽ അദ്ഫർ, അതുപോലെ തന്നെ അവക്കിടയിൽ വെക്കാനുള്ള ഈ ഓരോ കട്ടകൾക്കും ഇടയിൽ വെക്കാനുള്ള പദാർത്ഥം എന്ന് പറഞ്ഞാൽ കസ്തൂരിയാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഹസ്ബാഉഹൽ യാഖൂത്ത് വൽ ലുഅ്ലു, അതുപോലെ തന്നെ അതിനിടയിലുള്ള ഓരോ കല്ലുകൾ എന്ന് പറഞ്ഞാൽ മുത്തും പവിഴവുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മൻ യദ്ഖുലുഹാ യഖ്ലുദു ലാ യമൂത്ത്, ഇനി ആരെങ്കിലും ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ലാ യമൂത്ത്, അവൻ ഒരിക്കലും പിന്നെ മരണമില്ല. ആ സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവൻ എന്നെന്നും നിത്യവാസികളായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. വയൻഅമു ലാ യബ്അസ്, അതിൽ യാതൊരുവിധ പ്രയാസവും ഒരു ദുരിതവും അവന് നേരിടേണ്ടി വരികയില്ല. ലാ യബ്ലാ ശബാബുഹും, അവൻ്റെ യുവത്വം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അങ്ങനെയുള്ളതായിരിക്കും ആ സ്വർഗം. വലാ തുഖറഖു സിയാബുഹും, അതിലവർ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും നുരുമ്പിപ്പോവുകയില്ല. അത്രയും വിശാലമായതായിരിക്കും ആ സ്വർഗം. ആ സ്വർഗം ഈ രൂപത്തിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവരുടെ യുവത്വവും അവരുടെ ആരോഗ്യവും അവരുടെ സൗന്ദര്യവും ക്ഷീണവും ഒന്നും അനുഭവപ്പെടാത്ത ഏറ്റവും നല്ല രൂപത്തിൽ ആ സ്വർഗത്തിൽ നിത്യവാസികളായി അവർക്കതിൽ കഴിയാൻ പറ്റുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ 8ഓളം കവാടങ്ങളുണ്ട് എന്നും ചില ഹദീസുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഹദീസുകളിലൂടെ ഒരുപക്ഷെ പല രൂപത്തിലും പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും നമ്മൾ. 8ഓളം കവാടങ്ങൾ അതിലുണ്ട്. അതിനെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹ് വബ്നു അമതിഹി വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം വറൂഹൻ മിൻ, ആരെങ്കിലും ഈ രൂപത്തിൽ പറയപ്പെട്ട ഷഹാദത്ത് ആരെങ്കിലും ഉച്ചരിക്കുകയും ഇതിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുവൻ അംഗീകരിക്കുകയും മറിയമിൻ്റെ ഉദരത്തിലേക്ക് പടച്ചറബ് നൽകിയിട്ടുള്ള റൂഹാണി എന്നൊരുവൻ അംഗീകരിക്കുകയും ചെയ്താൽ വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്നൻ നാറ ഹഖ്ഖുൻ, സ്വർഗവും നരകവും സത്യമാണ് എന്ന് ഒരുവൻ പറയുകയും ചെയ്താൽ അദ്ഖലഹുല്ലാഹു മിൻ ഐ അബ്വാബിൽ ജന്നത്തി സമാനിയതി ഷാ, അതിൽ 8ഓളം കവാടങ്ങളുണ്ട്. ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും ആ മനുഷ്യന് പ്രവേശിക്കാൻ സാധിക്കും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയേറെ സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് കേൾക്കുമ്പോൾ ആ സ്വർഗത്തെ ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. ഈ കത്തിയാളുന്ന നരകത്തിയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മുഅ്മിനും ഉണ്ടാവുകയില്ല. എല്ലാവരുടെയും ആഗ്രഹം സ്വർഗമാണ്. അതിനുവേണ്ടിയാണ് ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡുകളും അതിനുവേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ, ആ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കേണ്ട ആളുകൾ തന്നെയാണ് നാം ഓരോരുത്തരും. അതിലൊന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥ വിശ്വാസം ഓരോ വ്യക്തികളും സ്വീകരിക്കുക എന്നതാണ്. ഏതെങ്കിലും വിശ്വാസങ്ങളെ സ്വീകരിക്കലല്ല, ഏതെങ്കിലും ഒരു ആദർശത്തെ കൂട്ടുപിടിക്കലല്ല, മറിച്ച് ഏതെങ്കിലും ഒരുവൻ അവൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ, നരകത്തിൽ നിന്ന് വിമോചനം ഒരുവൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവൻ്റെ വിശ്വാസം ആദ്യമായി അവൻ ശരിയാക്കിയെടുക്കണം. വിശ്വാസം ശരിയാകാതെ മറ്റൊരു അമലും അവനിൽ നിന്നും പടച്ചറബ് സ്വീകരിക്കുകയില്ല. ഹദീസിൽ കാണാം, ഒരു ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് കാണാം,
സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഫുലാനുൻ ഷഹീദുൻ, ഫുലാനുൻ ഷഹീദുൻ. ചില ആളുകൾ, സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇന്ന വ്യക്തി അവൻ ഷഹീദായിരിക്കുന്നു എന്ന് സ്വഹാബികൾ എല്ലാവരും പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നി റഅയ്തുഹു ഫിന്നാരി ഫീ ബുർദത്തിൻ ഗല്ലഹ. പ്രവാചകൻ പറയുകയാണ്, ഒരിക്കലും അവന് സ്വർഗം കിട്ടുകയില്ല, അവന് സ്വർഗം ഒരിക്കലും കിട്ടുകയില്ല. കാരണം അവനെ നരകത്തിയിൽ ഒരു തുണി കൊണ്ട് മൂടി പുതച്ച ഒരവസ്ഥയിൽ ഞാൻ അവനെ കാണുകയുണ്ടായി. ثم قال رسول الله صلى الله عليه وسلم. ഇത് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫനാദി ഫിന്നാസ്, നീ ജനങ്ങൾക്ക് മുമ്പാകെ വിളിച്ചു പറയണം, അന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികൾക്കല്ലാതെ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് ഉമറെ താങ്കൾ ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയോട് പറയുകയാണ്. ഖാല ഫഖറജ്തു ഫനാദൈതു അലാ ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. ഇത് കേട്ടപ്പോൾ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്കിടയിലേക്ക് ചെന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മുഅ്മിനുകൾക്കല്ലാതെ അല്ലാഹു തആലയുടെ സ്വർഗ്ഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല. ഈ യുദ്ധത്തിൽ സംഭവിച്ചത് എന്താണ്? ഒരു വ്യക്തി, അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടു, ധീരമായി പോരാടി, ഒരുപാട് ശത്രുക്കൾ അദ്ദേഹം കൊന്നൊടുക്കി കളഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലേറ്റൊരു മുറിവ്, അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ സ്വന്തം വാൾത്തുമ്പിലേക്ക് അദ്ദേഹം എടുത്ത് ചാടി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തെ പറ്റിയാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്, അദ്ദേഹം സ്വർഗ്ഗത്തിലാണ്, അദ്ദേഹം ഷഹീദായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ആളുകളെ തിരുത്തിയത്, ഒരിക്കലും അദ്ദേഹത്തിന് സ്വർഗം കിട്ടില്ല. കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിലല്ല അയാൾ മരണപ്പെട്ടു പോയിട്ടുള്ളത്. അയാൾ ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ്. ഒരിക്കലും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഒരു മുഅ്മിനിനും ആ രൂപത്തിൽ പ്രവർത്തിക്കാനേ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഈ രൂപത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു രംഗമാണ് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാൻ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും കൽപ്പിച്ച ഏതൊരു കാര്യമാണോ അത് പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കലാണ്. അള്ളാഹും റസൂലും എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിലൂടെ എത്രയോ ആയത്തുകളിൽ പടച്ച റബ്ബ് കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുത്തെ സുന്നത്തായി നമുക്ക് മുമ്പിൽ പഠിപ്പിച്ച എത്രയോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പൂർണ്ണമായി അംഗീകരിക്കുന്നതോടുകൂടിയാണ് ഒരുവൻ യഥാർത്ഥ മുഅ്മിനായി തീരുക. മുഅ്മിനല്ലാത്ത കാലത്തോളം ഒരിക്കലും അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത്തസ്ദീഖു ബികുല്ലി മാ അഖ്ബറല്ലാഹു ബിഹി വറസൂലുഹു വബികുല്ലി മാ ശറഅഹു അല്ലാഹു ലിഇബാദിഹി മിൻ ഖൗലിൻ വഅമലിൻ വഅഖീദത്തിൻ. വിശ്വാസപരമായ, ഖൗലിയായ, അതുപോലെ തന്നെ അമലിയായിട്ടുള്ള ഏതൊരു കാര്യവും അള്ളാഹും റസൂലും ശറഇൽ നമുക്ക് മുമ്പിൽ കൽപ്പിച്ച ഏതൊരു കാര്യമായിക്കൊള്ളട്ടെ, ആ കാര്യങ്ങൾ ഒരുവൻ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ ഒരു മുഅ്മിനായി മാറുക, യഥാർത്ഥത്തിൽ അവൻ ഈമാൻ സ്വീകരിച്ചവനായി മാറുക. ഒരുവൻ ഇസ്ലാമിന്റെ എല്ലാവിധ അടയാളങ്ങളും അവന്റെ മുമ്പിലുണ്ട്. നീണ്ട താടിയുണ്ട്, നീളം വസ്ത്രം ധരിക്കുന്നുണ്ട്, പല ഇബാദത്തുകളും അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ ഹൃദയത്തിൽ അള്ളാഹും റസൂലും കൽപ്പിച്ച അതല്ലെങ്കിൽ ഈ ദീനിനോടുള്ള മഹബത്ത് അവന് ഒരൽപ്പം പോലും ഇല്ല എങ്കിൽ, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് അവൻ പ്രവർത്തിക്കുന്നത് എങ്കിൽ, എങ്ങനെയാണ് പടച്ച റബ്ബ് അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക? ഒരിക്കലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല. പലപ്പോഴും നമ്മളൊക്കെ കണ്ടുവരാറുണ്ട്, നാട്ടിൽ ഏതെങ്കിലും ചില വ്യക്തികളെങ്കിലും പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായേക്കാം. ധാരാളമായി ആളുകളെ സഹായിക്കുന്ന ആളുകളാകും, ധാരാളമായി നന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ അവൻ്റെ അഖീദപരമായ വിഷയങ്ങൾ നോക്കിയാലോ, റബ്ബിനെ മാത്രം ആരാധിക്കുന്നവനല്ല, അതല്ലെങ്കിൽ പ്രവാചകനെ പൂർണ്ണമായും അംഗീകരിക്കുന്നവനല്ല. എങ്കിൽ അവന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് പടച്ച റബ്ബ് അവനിൽ നിന്നും സ്വീകരിക്കുക? ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കാന ഫിൽ ജാഹിലിയത്തി യസിലുർ റഹിം. അദ്ദേഹമാകട്ടെ ഇബ്നു ജുദ്ആൻ അയാളുടെ ജഹാലത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ കുടുംബ ബന്ധം ധാരാളമായി ചേർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വയുത്ഇമുൽ മിസ്കീൻ, ധാരാളമായി സാധുക്കളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, മിസ്കീനുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇതൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കുടുംബ ബന്ധം ചേർക്കും, മറ്റുതര കർമ്മങ്ങളൊക്കെ ചെയ്യും. ഫഹൽ ദാക നാഫിഉ. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിച്ചു, ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യൻഫഉഹു. അദ്ദേഹത്തിന് അതൊരിക്കലും ഉപകാരപ്പെടില്ല, അദ്ദേഹത്തിന് ഒരിക്കലും ഇത്
ഉപകാരപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. ഒരിക്കൽ പോലും അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ പുനരുത്ഥാന നാളിൽ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ദിവസത്തിൽ എൻ്റെ കർമ്മങ്ങളെ പടച്ച റബ്ബ് എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണേ എന്ന് ഒരിക്കൽ പോലും ഇബ്നു ജുദാൻ പറഞ്ഞിട്ടില്ല, അഥവാ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. വിശ്വാസം സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും വലിയ മഹത്വമായി കൽപ്പിച്ചിരുന്ന കുടുംബ ബന്ധം ചേർത്തിയിട്ട് പോലും അയാളുടെ കർമ്മം സ്വീകരിച്ചില്ല. മിസ്കീനുകൾക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടും അയാളുടെ ഒരു സഹായവും പടച്ച റബ്ബ് സ്വീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഈമാനികമായ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം വളർന്നിട്ടില്ല, അതല്ലെങ്കിൽ മുഅ്മിനായ ഒരു അവസ്ഥയിലേക്ക് അയാൾ കടന്നിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാനില്ലാത്ത കാലത്തോളം ഒരു കർമ്മവും നമ്മിൽ നിന്ന് പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആശയമറിഞ്ഞ് അംഗീകരിക്കുക എന്നതാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ മദ്രസ തലങ്ങൾ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് കേട്ട് ശീലിച്ച ആളുകളാണ്. എന്തിനേറെ ചെറിയ മക്കളെ ഉറക്കുന്ന ഒരു മാതാവ് പോലും ആ കുട്ടിക്ക് ചിലപ്പോൾ താരാട്ടായി പറഞ്ഞു കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വചനമായിരിക്കും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമായി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ പറയാറുണ്ട്, ഇതൊക്കെ നേരത്തെ കേട്ട് പരിചയിച്ച ഒരു വാക്യമാണ്, ഇത് അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിൻ്റെ അർത്ഥമോ അതിൻ്റെ ആശയമോ അതിൻ്റെ വിശാലമായ തലങ്ങളിലേക്ക് ഒരിക്കലും കടക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ധാരാളം ശ്രേഷ്ഠതകൾ ഹദീസുകളിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം ആ ഒരു കലിമത്ത് അവന് ചൊല്ലാൻ പോലും കഴിയുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുവന്റെ അവസാനത്തെ വചനം, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഒരുവൻ മരണപ്പെടാൻ സാധിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഓരോ വിശ്വാസികളും നിർബന്ധമായും പഠിക്കേണ്ട ഒരു വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. കേവലം അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല. അതിൻ്റെ വിശാലമായ അവസ്ഥകൾ, ഓരോ ഭാഗങ്ങളും കൃത്യമായി പഠിക്കേണ്ട ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് തയ്യാറാകാനുള്ള പ്രത്യേക സാഹചര്യം പോലും എന്തായിരുന്നു? അവിടെ അബൂജഹലിനോടും കൂട്ടരോടും യുദ്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധമായ ഒരു ബാധ്യതയായി മാറിയത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു കാരണത്താൽ തന്നെയായിരുന്നു. ഇരു കൂട്ടരും അള്ളാഹുവിനെ പറ്റി അറിയുന്നവർ തന്നെയാണ്, അള്ളാഹുവിനോട് തേടുന്നവർ തന്നെയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി അംഗീകരിച്ചൊരു വിഭാഗവും അത് അംഗീകരിക്കാത്തൊരു വിഭാഗവും തമ്മിലായിരുന്നു അന്നവിടെ ഒരു യുദ്ധം തന്നെ നടന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ വേണ്ടി ആളുകൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ വൈമനസ്യം കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് താല്പര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ വരൂ എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നതിൽ ഒരു ഉഷാറില്ലാത്തൊരവസ്ഥയാണ് അധികം ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റു തര വിഷയങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകമായി താല്പര്യം കാണിക്കും. പ്രത്യേകിച്ച് ഏറെ തർക്കത്തിലിരിക്കുന്ന വിഷയമാണെങ്കിൽ അതിനോടൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആലയെ പറ്റി പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അതാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നത് നീ നല്ല പോലെ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖത്തുൻ മുഖ്ലിസൻ, ഒരുവൻ ആത്മാർത്ഥമായി വളരെ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുവൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാഇ ഹത്താ തുഫ്ദിയ ഇലൽ അർശ് മജ്തനബൽ കബായിർ. ഒരുവൻ വൻ പാപങ്ങളെല്ലാം ഒഴിവാക്കുകയും ഏറ്റവും ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവന് വേണ്ടി ആകാശ കവാടങ്ങൾ പടച്ച റബ്ബ് തുറന്നിട്ട് കൊടുക്കുമെന്ന് വിശുദ്ധമായ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അത്രയും ശ്രേഷ്ഠമായ ഒരു വാക്യമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും ഈ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് പറയുകയും ചെയ്താൽ അവന് വേണ്ടി ആകാശ കവാടങ്ങൾ അവന് വേണ്ടി തുറന്നിട്ട് കൊടുക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം, അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും നല്ല ദിക്റായിക്കൊണ്ട് ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
വിശ്വാസികളായ ഓരോ ആളുകൾക്കും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഏറ്റവും നല്ല ദിക്റായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈമാനിൻ്റെ ശാഖകളെ സംബന്ധിച്ച് പറയുന്ന സമയത്തും അതിൽ തന്നെ ഏറ്റവും ഉത്തമമായ കാര്യം അതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തന്നെയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തരികയാണ്. പക്ഷെ നമ്മുടെ നാടിൻ്റെയൊക്കെ അവസ്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അല്ലാഹുവല്ലാത്ത എത്രയോ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, റബ്ബല്ലാത്ത മറ്റു പല പടപ്പുകളോടും സഹായം തേടുന്ന ഒരു ദുരവസ്ഥ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കാത്തൊരു പാപമാണ് ശിർക്കെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇത് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അല്ലാഹു ഒരിക്കലും അത് പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്ത ഏതൊരു പാപവും അല്ലാഹു തആല അവന് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം, ചില ഹദീസുകളും മുൻഗാമികളുടെ വാക്യങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഒരു വ്യക്തിയോട് താബിഈങ്ങളിൽപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അത് സ്വർഗത്തിന്റെ താക്കോലല്ലേ എന്നൊരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ബല വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാനുൻ. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഏതൊരു താക്കോലിനും അതിൻ്റെതായിട്ടുള്ള പല്ലുകളുണ്ട്. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാനുൻ ഫുതിഹ ലക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പല്ലുകളുള്ള താക്കോലുകളുമായാണ് നീ വാദിക്കൽ ചെല്ലുന്നതെങ്കിൽ അത് നിനക്ക് വേണ്ടി തുറന്നിട്ടു തരും. വഇല്ലാ ലം യുഫ്തഹ ലഹ്. എന്നാൽ അതിൻ്റെ പ്രത്യേകമാക്കപ്പെട്ട കൃത്യമായ പല്ലുകളില്ലാത്ത ഒരു താക്കോലാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും തുറക്കപ്പെടുന്നത് തരികയില്ല എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകൾ നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെ ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ശ്രേഷ്ഠതകളെ വിശദീകരിക്കുന്ന ഹദീസുകളും സ്വഹാബത്തിൻ്റെ വചനങ്ങളും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന, സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നതാണ്. പ്രവാചകൻ അനുസരിക്കുക, പ്രവാചകന്റെ സുന്നത്തിനെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ കാരണമാകുന്നൊരു കാര്യമാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു, മൻ യുതിഇർ റസൂൽ, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചു കഴിഞ്ഞാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അള്ളാഹുവിനെയും അനുസരിച്ചു. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അതിലൂടെ അവൻ അള്ളാഹുവിനെയും അനുസരിച്ചു. വമൻ തവല്ല, ഇനി ആരെങ്കിലും അക്കാര്യത്തിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞാൽ, പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, ഫമാ അർസൽനാക അലൈഹിം ഹഫീദ, അവരുടെ മേൽ കാവൽക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. നോക്കൂ, നിങ്ങൾ ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതോടുകൂടി അവൻ അള്ളാഹുവിനെയും അനുസരിച്ചവനായി മാറുകയാണ്. എത്രയോ ആളുകൾ ഖുർആൻ മാത്രം മതി എന്നതും അതുപോലെ തന്നെ ഹദീസുകൾ സ്വീകരിക്കുകയും ചെയ്യാത്ത എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പല ആളുകൾ പറയുന്ന കാര്യമാണ്, വിശുദ്ധ ഖുർആൻ മാത്രം മതി, വിശുദ്ധ ഖുർആനിലൂടെ ആയത്ത് മാത്രം മതിയല്ലോ ഞങ്ങൾക്ക് ദീനീപരമായി ജീവിക്കാനെന്ന് വാദിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും അവസാനം അവരുടെ നമസ്കാരവും അതുപോലെ തന്നെ ദീൻ നിർബന്ധമാക്കിയ പല കാര്യങ്ങളും ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും മാറിപ്പോകാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ അനുസരിച്ച് കഴിഞ്ഞാൽ അവർ അല്ലാഹു തആലയോടുള്ള അനുസരണവും അതോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടു എന്നതാണ് ഇത്തരത്തിലുള്ള ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സുന്നത്തിനെ സ്വീകരിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ, സുന്നത്ത് വേണ്ട, താടി രോമങ്ങൾ വളർത്തണമെന്ന ഹദീസിൽ വരുമ്പോൾ അത് വേണ്ടതില്ല, നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോൾ അത് വേണ്ടതില്ല, കാരണം അത് ഹദീസിൽ വന്ന കാര്യമല്ല എന്ന് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ, അതിൽ ഖുർആനിൽ ഒരു തെളിവുമില്ല എന്ന് ആരെങ്കിലുമൊക്കെ വാദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ തീരാ നഷ്ടത്തിലാണ് ആ വാദഗതിയിലൂടെ അവൻ കടന്നു ചെല്ലുന്നത് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വമൻ യഅസില്ലാഹ വറസൂലഹ, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചാൽ, ഈ ആയത്തിൽ ഒരിക്കലും അള്ളാഹുവിനെ പറ്റി മാത്രം പറഞ്ഞ കാര്യമല്ല, മറിച്ച് അല്ലാഹു തആലയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചേർത്തുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹ, അല്ലാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും ധിക്കരിച്ചാൽ ഫഖദ് ضل ضلالا മുബീന, അവൻ ഏറ്റവും വ്യക്തമായ വഴികേടിൽ പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. അതുപോലെ തന്നെ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മളെല്ലാവരും പറയും റബ്ബിനെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു, എല്ലാവരും പറയുന്ന ഒരു വാക്യമാണ്.
എനിക്ക് റബ്ബിനെയാണ് ഏറ്റവും അധികം ഇഷ്ടമെന്ന് പറയാറുണ്ട്. അല്ലാഹു തആല അങ്ങനെ ആരെങ്കിലും റബ്ബിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറയാൻ കൽപ്പിക്കുകയാണ്, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റിക്കൊള്ളട്ടെ എന്ന് പ്രവാചകരെ താങ്കൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുവൻ പിൻപറ്റുന്നതോടുകൂടി മാത്രമാണ് അവൻ്റെ റബ്ബിനോടുള്ള മഹബത്തും പൂർത്തീകരിക്കപ്പെടുന്നത്. മാത്രമല്ല, ഇങ്ങനെ ആരെങ്കിലും പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റിക്കഴിഞ്ഞാൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മൾ ചെയ്ത നമ്മുടെ പാപങ്ങൾ ഓരോന്നും അല്ലാഹു തആല പുറത്തു തരുമെന്നും ഈ ഒരു ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടണം. എത്രയെത്ര തിന്മകൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, രഹസ്യമായും പരസ്യമായും എത്രയോ അബദ്ധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഇബാദത്തുകളിൽ എത്രയെത്ര വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ വീഴ്ചകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഈ പറയപ്പെട്ട പോലെ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചു, പ്രവാചകന്റെ സുന്നത്തിന് ഒരുവൻ അനുധാവനം ചെയ്തു എങ്കിൽ അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അവന് റബ്ബിനോടുള്ള ഇഷ്ടം പ്രകടമാക്കാനും ഇതിലൂടെ അവന് സാധിക്കുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. മൻ അതാഅനി, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചവനായി തീർന്നിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ഹദീസിൽ കാണാം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നഹ ഇല്ലാ മൻ അബാ. ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നഹ, അവരെല്ലാം സ്വർഗ്ഗത്തിലാണ്, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ച ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് സംശയമായി, അല്ലാഹുവിന്റെ റസൂലെ, ആരാണ് ഈ വിസമ്മതം പ്രകടിപ്പിച്ച ആളുകൾ? വിസമ്മതം കാണിച്ച ആളുകൾ ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആരാണ് എന്നെ പിൻപറ്റുന്നത്, ആരാണ് എന്നെ അനുസരിക്കുന്നവൻ, അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. ആരാണ് എന്നോട് വിമുഖത കാണിക്കുന്നവൻ, എൻ്റെ സുന്നത്തിനെ സ്വീകരിക്കാത്തവരാരാണോ ഫഖദ് അബാ, അവരാണ് വിസമ്മതം കാണിച്ചവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല, ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ പിൻപറ്റിക്കഴിഞ്ഞാൽ, ആ ഹദീസുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ പ്രവാചകന്റെ ഓരോ സുന്നത്തിനെയും അനുധാവനം ചെയ്തു കഴിഞ്ഞാൽ അവന് സ്വർഗ്ഗത്തിൽ കിട്ടുന്ന പ്രതിഫലം അതൊരിക്കലും നിസ്സാരമല്ല. ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ ഫഉലൈക്, അവർ ആരോടൊപ്പമായിരിക്കും? ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദുനിയാവിൽ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അല്ലാഹുവിൻ്റെ സ്വർഗം കിട്ടണം. വെറും ഒരു സ്വർഗമല്ല, ആ സ്വർഗത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ പദവികളിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കണം. ഇത് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. അല്ലാഹു തആല പറഞ്ഞു, ഇപ്രകാരം ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് കഴിഞ്ഞാൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു ഏറ്റവും അധികം അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും അവർക്ക് പ്രവേശിക്കാൻ കഴിയുക. എന്നിട്ട് ആരെയാണ് അല്ലാഹു തആല ഏറ്റവും അധികം അനുഗ്രഹിച്ചിട്ടുള്ള ആളുകൾ? മിനൻ നബിയീൻ, അവർ അമ്പിയാക്കളിൽപ്പെട്ട ആളുകളാണ്. വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളാണ്. അതോടൊപ്പം ശുഹദാക്കളെ പറ്റിയും സ്വാലിഹീങ്ങളെ പറ്റിയും അല്ലാഹു തആല ഈ ഒരു ആയത്തിലൂടെ പറഞ്ഞു, അവരോടൊപ്പം നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇതാണ് അല്ലാഹു തആല ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലമെന്ന് ഇത്തരത്തിലുള്ള ആയത്തുകളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സുന്നത്ത് സ്വീകരിക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകളെയാണ് നമുക്ക് ധാരാളമായി കാണാൻ കഴിയുക. ഏതെങ്കിലും ഒരു സുന്നത്തിനെ പറ്റി ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്താൽ അവർ പറയും, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യമാണോ? അതല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ ഇതുപോലുള്ള പഴയ നിയമങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു പുതിയ തലമുറയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ആളുകൾ പരസ്പരം ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. മാത്രമല്ല, പല സുന്നത്തുകളും ജനങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ മാറി. ഇതൊക്കെ സുന്നത്തിൽപ്പെട്ട കാര്യമാണോ? ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ചില സുന്നത്തുകളെയെല്ലാം ആളുകൾ ഒഴിവാക്കുന്ന ഒരവസ്ഥ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും എത്തിയെന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സ്വീകരിക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, അസ്സുന്നത്തു കസഫീനത്തി നൂഹ്,
സുന്നത്തി എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിനെ പോലെയാണ്. മൻ റകിബഹ ഫഖദ് നജാ, ആരെങ്കിലും ആ കപ്പലിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് രക്ഷയുണ്ട്. അദ്ദേഹത്തിന്റെ കപ്പലിൽ കയറിയാൽ അവർക്ക് രക്ഷയുണ്ട്. വമൻ തഖല്ലഫ അൻഹാ ഗരിഖ, അത് ഒരുവൻ വേണ്ട എന്ന് പറഞ്ഞ ആ കപ്പലിൽ കയറാതെ മറ്റൊരു മാർഗം ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്നൊരുവൻ പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ അവൻ അതിൽ മുങ്ങി നശിച്ചവനെ പോലെയായി മാറും. ഇതിനെയാണ് സുന്നത്തിനെ സംബന്ധിച്ച് ഈ രൂപത്തിലാണ് ഇമാം മാലിക് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായി സുന്നത്തായി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഒരു വെറുപ്പുമില്ലാതെ പൂർണ്ണമായും സ്വീകരിക്കാൻ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക്കും ബിസുന്നതി, നിങ്ങളുടെ മേൽ എൻ്റെ സുന്നത്തുണ്ട്, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അതുപോലെ എൻ്റെ സ്വഹാബത്തിൻ്റെയും ചര്യകൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലുണ്ട്. തമസ്സകൂ ബിഹ വഅദ്ദു അലൈഹ നവാജിദ്, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സുന്നത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ്, മുൻഗാമികളായിട്ടുള്ള ആളുകൾ, അവർ ഏതെങ്കിലും തരത്തിലുള്ള കത്തുകൾ മറ്റുള്ള ആളുകളിലേക്ക്, അയൽ രാജ്യങ്ങളിലേക്കെല്ലാം അയക്കുമ്പോൾ അവർ പറയാറുണ്ട്, അതിൽ പ്രത്യേകമായി രേഖപ്പെടുത്താറുണ്ട്, ഫഅലൈക ബിലുസൂമി സുന്നതി ഫഇന്നഹാ ലക ബിഇദ്നില്ലാഹി ഇസ്മത്തുൻ, സുന്നത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് പോലും അവർ അവരുടെ കത്തുകളിലൂടെ പരസ്പരം കൈമാറാറുണ്ടായിരുന്നു എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. അവർ അത്രയേറെ ഗൗരവത്തോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. സുന്നത്ത് മുറുകെ പിടിക്കാത്ത കാലത്തോളം ഒരിക്കലും നമുക്ക് രക്ഷയില്ല. നമുക്കറിയാം, നിർബന്ധമായ ഓരോ നമസ്കാരങ്ങൾ നിർവഹിക്കണമെങ്കിൽ, ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു കർമ്മം നമുക്ക് ചെയ്യണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ലാതെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഏത് കർമ്മമായിക്കൊള്ളട്ടെ, സുന്നത്ത് വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ പോലും അവർക്കൊരിക്കലും ഈ ഒരു വാദത്തിനോട് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ أشهد أن محمدًا رسول الله، أشهد أن محمدًا رسول الله. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر، لا إله إلا الله.
സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിൽ ആ സ്വർഗം നേടിയെടുക്കാനുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാം നിർബന്ധമായി ഓരോ വിശ്വാസികളും ചെയ്യേണ്ടുന്നൊരു കർമ്മമാണ് നമസ്കാരം എന്നത്. നമസ്കാരം എന്നത് ഓരോ വിശ്വാസിയായ ഓരോ മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമാക്കപ്പെട്ട ഒരു ഇബാദത്താണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്നൊരു കർമ്മം. അതിലെത്ര വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ശരി, അവൻ രോഗിയാണ്, അതല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾ ദുനിയാവിൽ അവൻ നേരിട്ട് കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്, അതല്ലെങ്കിൽ ദീർഘമായൊരു യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്, അതുമല്ലെങ്കിൽ ശരീരം ഒന്നനക്കാൻ പോലും പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമസ്കാരമെന്ന് പറയുന്നൊരു കർമ്മം ആ വ്യക്തിയുടെ മുസ്ലിമാണെങ്കിൽ അവൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. ഏത് രൂപത്തിലും അവന് നമസ്കരിക്കാൻ കഴിയും. ആരോഗ്യമുള്ളൊരുവനാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ഏത് രൂപമാണോ ആ രൂപത്തിൽ അവൻ നമസ്കരിക്കണം. എന്നാൽ ആരോഗ്യമില്ലാത്ത ഒരു രോഗിയാണ്, അവന് നിൽക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ ഇരുന്ന് നമസ്കരിക്കേണ്ടതുണ്ട്. ഇനി കിടന്ന് ആ രൂപത്തിലും അവർക്ക് നമസ്കരിക്കാൻ കഴിയും. അവൻ്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ഹൃദയങ്ങൾ കൊണ്ടെങ്കിലും അവർ നമസ്കരിക്കാൻ സാധിക്കണമെന്നത് ഇസ്ലാം അത്രയേറെ ശക്തമായി പഠിപ്പിച്ച ഈ ഒരു ഇബാദത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നധികം ആളുകളും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. പല ആളുകളും നിർബന്ധമായ നമസ്കാരം അതൊരു ദിവസത്തിൽ കൃത്യമായി ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും മറുപടിയില്ല. പ്രത്യേകിച്ച് ഫജർ നമസ്കാരങ്ങൾ പോലെയുള്ള നമസ്കാരം ഓരോ പുരുഷനും, മുസ്ലിമായ ഓരോ പുരുഷനും അവന് ജമാഅത്തായി പള്ളിയിൽ വന്ന് നിർബന്ധമായി നമസ്കരിക്കേണ്ടുന്ന ഒരു ഇബാദത്താണ് അവൻ്റെ ജമാഅത്തായിട്ടുള്ള നമസ്കാരങ്ങൾ. ഓരോ പുരുഷൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കർമ്മം. പക്ഷെ എത്രയോ ആളുകൾ നിർബന്ധമായി ഒരു നമസ്കാരത്തെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എത്രയോ ആളുകൾ ചില ചെറിയ ചെറിയ യാത്രകളുടെ പേരിൽ, തങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങളുടെ പേരിൽ, അതല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും ദുനിയവിയായ ആവശ്യങ്ങളുടെ പേരിൽ, അതുമല്ലെങ്കിൽ പ്രത്യേകമായൊരു കാര്യം തൻ്റെ വീടുകളിൽ നടക്കുമ്പോൾ ആ ദിവസത്തിലെല്ലാം നമസ്കാരത്തെ ഒഴിവാക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ ദിവസങ്ങൾ, അന്നത്തെ ദിവസത്തിൽ നമസ്കാരങ്ങൾ പോലും ഒഴിവാക്കുന്ന അവസ്ഥ എത്രയോ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവർ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്നില്ല. സഹോദരങ്ങൾ, ഇത് വളരെയധികം ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതൊരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. ചില ഹദീസുകളിൽ കാണാം, മിഫ്താഹുൽ ജന്നത്തി അസ്സലാഹ്, സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അത് നമസ്കാരമാണ്. വമിഫ്താഹു സ്വലാത്തിൽ വുദു, അതുപോലെ നമസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന വുദു ആണ് എന്നും ചില ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നമസ്കരിക്കാത്തൊരു വ്യക്തിയാണ് എങ്കിൽ ഒരിക്കലും ആ സ്വർഗത്തിൽ അവന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ന്യായമില്ലാത്ത കാരണത്താൽ നമസ്കാരങ്ങൾ പിന്തിപ്പിക്കുന്ന ആളുകൾ അത് ജമാഅത്തായി തന്നെ നമസ്കരിക്കണമെന്ന് പ്രത്യേകമായി ഓർക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ചില ഹദീസുകളിൽ കാണാം, മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്നതി കുല്ലമാ ഗദാ ഔ റാഹ. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വിരുന്നൊരുക്കുന്നതായിരിക്കുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാ ദിവസങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടി രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ മസ്ജിദുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പടച്ചറബ് വിരുന്നൊരുക്കുമെന്നാണ് ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടുന്ന ഒരു അമൽ തന്നെയാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട നിർബന്ധമായ ഒരു ബാധ്യതയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് നമുക്ക് മുമ്പിൽ വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ നമസ്കാരം അതൊരു കാരണമായി തീരും. നമ്മൾ എത്രയെത്ര പാപങ്ങൾ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇതൊരു കാരണമായി തീരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാം, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത്. ഒരുവന്റെ വീടിന് മുന്നിൽ ഒരുവൻ 5 നേരവും ഒരു ചെറിയൊരു അരുവിയിൽ നിന്ന്, പുഴയിൽ നിന്ന് കുളിക്കുന്ന ഒരു മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, ഏതെങ്കിലും തരത്തിലുള്ള അഴുക്ക്, എന്തെങ്കിലും പ്രയാസങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള സ്വഹാബത്ത് പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, ഒരു അഴുക്ക് പോലും അവൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. കാരണം 5 നേരം ഒരു പുഴയിൽ നിന്ന് പൂർണ്ണമായും മുങ്ങിക്കുളിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
അവൻ്റെ ശരീരത്തിൽ ഒരിക്കലും ദുർഗന്ധമോ അവൻ്റെ ശരീരത്തിൽ ഒരു അല്പം പോലും അഴുക്കോ ഒന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ്, ഇതേ രൂപത്തിൽ തന്നെയാണ് 5 നേരത്തെ നമസ്കാരം എന്ന് പറഞ്ഞാൽ. യംഹുല്ലാഹ ബിഹിന്നൽ ഖതായ, അവൻ നിർവഹിക്കുന്ന 5 നേരത്തെ നമസ്കാരങ്ങളെ കൊണ്ട് അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. നമ്മൾ ചെയ്തു കൂട്ടുന്ന എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളെല്ലാം പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം അത് നമസ്കാരമായിരിക്കുമെന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു, ഒരുവൻ്റെ നമസ്കാരത്തെ പറ്റിയായിരിക്കും അന്ത്യനാളിൽ ആദ്യമായി ചോദിക്കുക. നമ്മൾ നമസ്കരിക്കുന്ന കാലങ്ങളായി നമസ്കരിക്കുന്ന ആളുകളാണ്. നമ്മൾ നമ്മുടെ നമസ്കാരത്തെ പറ്റി നല്ലപോലെ ഒന്ന് ചിന്തിക്കണം. കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. എത്ര ആളുകൾക്ക് തൻ്റെ വീടുകൾക്ക് തൊട്ട് മുമ്പിൽ പോലും മസ്ജിദുകൾ ഉണ്ടായിരിക്കെ ആ പള്ളികളിലേക്ക് വന്ന് അല്ലാഹു തആലക്ക് മുമ്പിൽ വന്ന് സുജൂദിലേർപ്പെടാൻ പോലും പറ്റാത്ത എത്രയോ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആലയുടെ തൗഫീഖ് ഇല്ലാത്തതിനാൽ ഇത്തരത്തിൽ മസ്ജിദുകൾ ഉണ്ടായിട്ട് പോലും അവർക്ക് അല്ലാഹു തആലക്ക് മുമ്പിൽ വന്ന് നമസ്കരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ്, അങ്ങനെ വിചാരണ ചെയ്യുന്ന സമയത്ത് അവൻ്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് വിചാരണ നടത്തുമ്പോൾ അതിലവന് വിജയിക്കാൻ സാധിച്ചാൽ, അതിൻ്റെ കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ അവൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും അതോടുകൂടി ശരിയാക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി വഇൻ ഫസദത്, ഇനി ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുത്തി അതിൽ കുഴപ്പങ്ങളുണ്ട് എങ്കിൽ ഫഖദ് ഖാബ വഖസിർ, അവൻ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകും. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ എത്രയോ കാലങ്ങളായി നമസ്കരിക്കുന്ന ആളുകളാണ്. നമ്മുടെ നമസ്കാരത്തെ പറ്റി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുമ്പോൾ ആ നമസ്കാരം ഖുശൂ ഇല്ലാത്തൊരു നമസ്കാരമാണ് എങ്കിൽ, കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാത്ത ആളുകളാണ് എങ്കിൽ, അശ്രദ്ധമായ രൂപത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ പടച്ച റബ്ബ് നമ്മുടെ കർമ്മങ്ങളെ ബാത്തിലാക്കി കളയും. അത് ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ഇനി അവൻ്റെ നിർബന്ധമായ നമസ്കാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ മറ്റുള്ള അമലുകളിലേക്ക്, സുന്നത്തായ കർമ്മങ്ങളിലേക്ക് നോക്കാൻ വേണ്ടി കൽപ്പിക്കും. എന്നിട്ട് ആ സുന്നത്തായ കർമ്മങ്ങളിലേക്ക് നോക്കാനും അവൻ്റെ സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് ഫർളാക്കപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വരുന്ന സ്ഥലങ്ങളിൽ അത് നികത്താനും അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിക്കുമെന്നും ഈ ഒരു ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ 2 നമസ്കാരങ്ങളെ പറ്റി പ്രത്യേകമായി പറഞ്ഞത് കാണാം. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, തണുപ്പിൻ്റെ 2 നമസ്കാരം എന്ന് പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഏതാണ് തണുപ്പിൻ്റെ 2 നമസ്കാരം? സ്വലാത്തുൽ ബർദൈൻ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും. ഫജ്ർ നമസ്കാരവും അതുപോലെ തന്നെ അസ്ർ നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസിൻ്റെ ശറഹിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 2 നമസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമായിരിക്കും അവർക്കുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ നമ്മുടെ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥ നമുക്ക് പാടില്ല. അത് യാത്രയിലാണെങ്കിലും ശരി, രോഗമുള്ള അവസ്ഥയിലാണെങ്കിലും ശരി, കച്ചവടത്തിൻ്റെ മേഖലയിലാണെങ്കിൽ പോലും ശരി, ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, നമസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ, ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം അത് കൃത്യമായി ജമാഅത്തായി നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 6ാമത്തെ കാര്യം, സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന 6ാമത്തെ കാര്യമാണ്, നമുക്ക് ധാരാളക്കണക്കിന് സഹോദരങ്ങളുണ്ട്. അല്ലാഹു തആലയുടെ ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റുപാടിലുമുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ അല്ലാഹു തആലയുടെ മാർഗത്തിൽ റബ്ബിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുവൻ സന്ദർശിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും അല്ലാഹു തആലയുടെ സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ ആദ റജുലു അഖാഹു ഔ സാറഹു ഖാല അല്ലാഹ് തിബ്ത വതാബ മംശാക് വതബവഅത മൻസിലൻ ഫിൽ ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ, സന്ദർശിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അല്ലാഹു തആല പറയും, അവൻ ഏറ്റവും നല്ല ഒരു കർമ്മം ചെയ്തിരിക്കുന്നു, അവൻ ഏറ്റവും നല്ലൊരു കർമ്മം ചെയ്തിരിക്കുന്നു, നല്ലൊരു കാര്യത്തിന് വേണ്ടി അവൻ പുറപ്പെട്ടിരിക്കുന്നു, മാത്രമല്ല സ്വർഗത്തിൽ അവനൊരു സ്ഥാനം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു തആല അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കും. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമുക്ക് എത്രയോ ആത്മാർത്ഥമായ നല്ല നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെ ഈ പറയപ്പെട്ട പോലെ അവനൊരു രോഗം ബാധിച്ചാലോ, അതല്ലെങ്കിൽ 2 ദിവസം അവനെ കാണാത്തൊരവസ്ഥയുണ്ടെങ്കിലോ,
അവനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമുക്കറിയാം, ജമാഅത്തായി പള്ളിയിലേക്ക് വരുന്ന ആളുകളാണ് നമ്മൾ. എപ്പോഴും സ്ഥിരമായി കാണുന്ന വ്യക്തികളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണാത്ത ഒരു അവസ്ഥ ഒരു ദിവസമുണ്ട് എങ്കിൽ നമുക്കവനെ പറ്റി അന്വേഷിക്കാൻ കഴിയണം. ഒരുപക്ഷെ അവൻ ഏറ്റവും വലിയൊരു രോഗം കൊണ്ട് കിടക്കുന്ന ഒരവസ്ഥയായിരിക്കാം, അതല്ലെങ്കിൽ മാനസികമായ വല്ലാത്ത പ്രയാസത്തിൽ കഴിയുന്ന ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയായിരിക്കും ഒരു പക്ഷെ അവനുണ്ടാവുക. അതല്ലെങ്കിൽ പട്ടിണി മൂലം, അതുമല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ, ജോലിയില്ലാതെ, കടം കൊണ്ട് പൊറുതിമുട്ടി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ആളുകളായിരിക്കും. അവർക്ക് പള്ളി വരാൻ കഴിയില്ല. 2 ദിവസം കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമ്മൾ വിളിച്ചന്വേഷിക്കണം, എന്താണ് നിനക്ക് സംഭവിച്ചിട്ടുള്ളത്, നിന്നെ കാണുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് അവൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ആ ചോദ്യവും അവൻ്റെ അന്വേഷണവും അവൻ്റെ നടത്തവും പ്രവർത്തനവുമെല്ലാം ഏറ്റവും നല്ലൊരു കർമ്മമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 7ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന 7ാമത്തെ കാര്യം, അള്ളാഹു തആലയുടെ മാർഗത്തിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കഴിയുന്ന ഒരു പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഫضലുള്ള, അങ്ങേയറ്റത്തെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കർമ്മമാണ്. നമുക്കറിയാം, ഇന്ന് എത്രയോ ധനാഢ്യരായ ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അമ്പരചുംബികളായ വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകൾ, അതുപോലെ നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന വലിയ വലിയ വീടുകളിൽ കഴിയുന്ന ആളുകളെ നമുക്കറിയാം. അവരുടെ കച്ചവടങ്ങൾ നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ പറ്റാത്തത്രയും വിശാലമായ രൂപത്തിൽ കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. വലിയ സമ്പത്തുള്ള ആളുകളാണ്. അവർക്ക് വാഹനങ്ങളും മുന്തിയ വസ്ത്രങ്ങളും നല്ല രൂപത്തിലുള്ള ഭക്ഷണങ്ങളും എല്ലാമുള്ള സൗകര്യങ്ങളുള്ള ആളുകളായിരിക്കും. പക്ഷേ അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട അവരോട് സംസാരിച്ചാലോ പലപ്പോഴും പ്രത്യേകമായൊരു താല്പര്യവും കാണിക്കുകയില്ല. അവർ ചെലവഴിക്കുന്ന, ഒരു വർഷത്തിൽ അവർ ചെലവഴിക്കുന്ന കോടികളിൽ നിന്ന് അല്പം മാത്രം ഒരു മസ്ജിദിന് വേണ്ടി ചെലവഴിക്കാൻ പറഞ്ഞാൽ എത്ര ആളുകൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നു. പല ആളുകളും അതിന് തയ്യാറല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അറബ് നാടുകളിലുള്ള ആളുകളിലേക്ക് അവലംബിക്കുന്ന ഒരവസ്ഥയല്ലേ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകാറുള്ളത്. നമ്മുടെ കൈകളിൽ ഉള്ള സമ്പത്തിൽ നിന്ന് ഒരല്പമെങ്കിലും റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ ചെലവഴിക്കാത്ത ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിലോ, ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിലോ അതിന് എത്ര വേണമെങ്കിലും ചെലവഴിക്കാൻ അവർ തയ്യാറാണ്. ഈ ദുനിയാവിൽ അവർക്ക് പേരെടുക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ ദുനിയാവിൽ നമ്മെപ്പറ്റി ആളുകൾ നല്ലപോലെ സംസാരിക്കാൻ കാരണമായി തീരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് അവരോട് ചോദിക്കുന്നത് എങ്കിൽ അവർ എത്ര വേണമെങ്കിലും തരാൻ തയ്യാറാകുന്ന അവസ്ഥയും നമ്മൾ കണ്ടുവരാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുന്നത് വലിയ വലിയ പള്ളികൾ നിങ്ങൾ നിർമ്മിക്കണമെന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, വമൻ ബന മസ്ജിദൻ കമഫ്ഹസി ഖതാഅത്തിൻ ഔ അസ്ഗറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു പക്ഷിയുടെ മുട്ടയിടുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്തിന് വേണ്ടി എങ്ങാനും അത്രയും സ്ഥലത്ത് നിങ്ങളൊരു പള്ളി നിർമ്മിച്ചാൽ അവർക്ക് വേണ്ടി, അതല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയൊരു സ്ഥലം, അതിനുവേണ്ടി നിങ്ങളൊരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പകരമായി സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മരുഭൂമിയിൽ കഴിയുന്ന പ്രാവിനങ്ങളിൽപ്പെട്ട ഒരു പക്ഷിയെ പറ്റിയാണ് ഈ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അത്രയും നിസ്സാരമായൊരു പക്ഷി ഇരിക്കുന്ന, അത് മുട്ടയിടാനിരിക്കുന്ന ചെറിയൊരു സ്ഥലം, ആ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടെങ്കിലും അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അവന് വേണ്ടി സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു ഭവനം നൽകുമെന്ന് ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പള്ളികൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠകരമായൊരു കർമ്മമാണ്. പ്രത്യേകിച്ച് തൗഹീദിൻ്റെ പള്ളികൾ, അല്ലാഹു തആലയെ മാത്രം വിളിച്ച് ആരാധിക്കുന്ന പള്ളികൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എത്രമാത്രം അതിനു വേണ്ടി ചെലവഴിക്കാൻ പറ്റും അത്രമാത്രം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമുക്ക് സാമ്പത്തികമായി ചെലവഴിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ വാഹനങ്ങൾ, അതുമല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായി തന്നെ അതിനെ സഹായിക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ അല്ലാഹു തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും. ഏത് രൂപത്തിലും ഒരു മസ്ജിദിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പകരമായി അവർക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ ഒരിക്കലും നിസ്സാരമായിരിക്കുകയില്ല. നമ്മുടെ നാടുകളിൽ എത്രയോ പ്രദേശങ്ങളിൽ പുതിയ പള്ളികൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആ പള്ളികൾക്ക് അതിൻ്റെ ചിലവുകൾ നടത്താൻ, അതല്ലെങ്കിൽ ആ പള്ളിയിൽ നിർബന്ധമായും വേണ്ട കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത എത്രയെത്ര മസ്ജിദുകൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നു. ഒരിക്കലും അത് കണ്ടില്ല എന്ന് നടിക്കലല്ല, മറിച്ച് നമ്മളത് കണ്ടറിഞ്ഞ് അതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞ് ആ തൗഹീദിൻ്റെ വക്താക്കൾക്ക് വേണ്ടി, ആളുകൾക്ക് അവിടെ വന്നൊന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആലയുടെ അരികിൽ
അത്രയധികം സ്വീകരിക്കപ്പെടുന്നൊരു കർമ്മമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമുക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഒരു മസ്ജിദിന് വേണ്ടി ഇത്ര ചെലവഴിച്ചു, അതല്ലെങ്കിൽ ഇത്ര മുസല്ലകൾ ഞാൻ അതിനു വേണ്ടി സ്പോൺസർ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ജനങ്ങൾ എന്നെപ്പറ്റി എന്തു പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് നമ്മുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കർമ്മങ്ങൾക്ക് പകരമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതുപോലുള്ള മസ്ജിദുകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ. അതുപോലെ തന്നെ 8ാമത്തെ കാര്യം, റവാത്തിബ് നമസ്കാരങ്ങൾ. ഓരോ നിർബന്ധ നമസ്കാരങ്ങളോടൊപ്പമുള്ള റവാത്തിബ് നമസ്കാരങ്ങൾക്കും അതിന് പ്രത്യേകമായ പരിഗണനകൾ അല്ലാഹു തആല കരികിലുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. മൻ സാബറ അലാ 12 റക്അതൻ ഫിൽ യൗമി വൽ ലൈലതി ദഖലൽ ജന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നിർബന്ധ നമസ്കാരങ്ങളിലും അതിനോടൊപ്പം പഠിപ്പിക്കപ്പെട്ട റവാത്തിബായ സുന്നത്തായ നമസ്കാരങ്ങൾ ആരെങ്കിലും നിർവഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദഖലൽ ജന്ന, അവർക്ക് അല്ലാഹുവിൻ്റെ സ്വർഗ്ഗമുണ്ട്. ഈ ഹദീസിലൂടെ തന്നെ കാണാൻ കഴിയും. അർബഅൻ ഖബ്ല അദ്ദുഹ്രി, ളുഹർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത്, വറക്അതൈനി ബഅദഹ, ളുഹർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത്, ബഅദൽ മഗ്രിബി റക്അതൈൻ, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 2 റക്അത്തുകൾ, വറക്അതൈനി ഖബ്ലൽ ഫജ്രി, അതുപോലെ തന്നെ ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്തുകൾ, വറക്അതൈനി ബഅദൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം 2 റക്അത്തുകൾ. ഇങ്ങനെയുള്ള ഈ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായി അല്ലാഹു തആല നൽകുന്നത് അവൻ്റെ സ്വർഗ്ഗമായിരിക്കും. അതുപോലെ മറ്റു ചില ഹദീസുകളിൽ കാണാം, മൻ സല്ല 12 റക്അതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവർക്ക് അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ ഒരു വീട് പോലും നിർമ്മിക്കപ്പെടുമെന്ന് ചില ഹദീസുകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സുന്നത്തായ നമസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കി നമ്മൾ കാണാൻ പാടില്ല. പലപ്പോഴും നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നിർബന്ധമായ നമസ്കാരങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പല ആളുകളും സലാം വീട്ടിയ ഉടനെ അതിനുശേഷം നമ്മൾ നടത്തേണ്ടുന്ന അദ്കാറുകൾ പോലും ചൊല്ലാൻ തയ്യാറാകാതെ എഴുന്നേറ്റ് പോകുന്നൊരവസ്ഥ. ഇതൊരിക്കലും നമുക്ക് പാടില്ല, ഒരു മുസ്ലിമിന് യോജിക്കാത്തൊരു കാര്യമാണ്. നിർബന്ധമായ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും അവിടെ ഇരുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനും, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, അതുപോലെ നമസ്കാരത്തിന് ശേഷം എത്രയോ അദ്കാറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അദ്കാറുകൾ ഒഴിവാക്കാതെ കഴിവതും അത് നിർബന്ധമായും നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുശേഷം ഈ പറയപ്പെട്ട ഓരോ സുന്നത്തായ നമസ്കാരങ്ങളും ഒഴിവാക്കാതെ നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. 9ാമത്തെ കാര്യം, തർക്കങ്ങൾ ഉപേക്ഷിക്കുക എന്നത്. ഇത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പരസ്പരം തർക്കിച്ചും കലഹിച്ചും ബന്ധങ്ങൾ പോലും വേർപെടുത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നിടത്ത് ഈ തർക്കങ്ങൾ പലപ്പോഴും കാരണമായി തീരാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെ താഴ്വാരങ്ങളിൽ ഒരു വീട് അല്ലാഹു തആല നൽകുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, അതല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പല വിഷയങ്ങൾ നമ്മൾ പരസ്പരം സംസാരിക്കും, ഒരുപക്ഷെ ദഅവത്തിൻ്റെ മേഖലയായിരിക്കാം. പക്ഷേ ഈ ദീനുമായി ബന്ധപ്പെട്ട് പോലും ആളുകൾക്കിടയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ എതിരാളിയായി നിൽക്കുന്നൊരു വ്യക്തി, നമ്മൾ ആരോടാണോ സംസാരിക്കുന്ന ആ വ്യക്തിയാണെങ്കിലോ നമ്മളിൽ നിന്നും ഇൽമ് സ്വീകരിക്കാൻ തയ്യാറല്ല, അതല്ലെങ്കിൽ ആ പറയപ്പെട്ട കാര്യങ്ങൾ യാതൊരുവിധ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരിക്കും. കൃത്യമായി ഖുർആനിൽ ഇത്ര ആയത്തുകളിൽ ഇന്ന വിഷയങ്ങൾ പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ കേട്ടാൽ അവൻ പറയും, ഞാൻ സ്വീകരിക്കില്ല, നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്തിനു സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഖുർആനിനെയും ഹദീസിനെയും പോലും തള്ളുന്നൊരവസ്ഥ. പക്ഷേ ഈ ദഅവത്ത് നടത്തുന്ന, ഈ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലോ വീണ്ടും അവനോടത് നീ സ്വീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയാൽ വീണ്ടും അവനോട് സംസാരിച്ചാലോ അവസാനം അതൊരു തർക്കത്തിലേക്ക് എത്തും. ആ തർക്കത്തിലേക്ക് ആളുകൾ കൂടും. അവസാനം ഈ ദീൻ പ്രചരിപ്പിക്കുന്ന അവസ്ഥ തന്നെ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് പോവുകയോ, അതല്ലെങ്കിൽ ആ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി ആളുകൾക്ക് മുമ്പിൽ നിസ്സാരനായി തീരുകയോ ചെയ്യാൻ അതൊരു കാരണമായി തീരും. അതാണ് പ്രവാചകൻ പ്രത്യേകമായി പറഞ്ഞത്, നമ്മുടെ ഭാഗത്ത് ഹക്കുണ്ടെങ്കിൽ പോലും അമിതമായി തർക്കിക്കാതിരിക്കുക. അത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവ തർക്കിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എത്രയും വേഗം അതിൽ നിന്ന് പിൻവാങ്ങലാണ്. അതല്ലാതെ വീണ്ടും
അവിടെ സമയം ചെലവഴിച്ച് അതിൻ്റെ മേൽ മറ്റു മറുപടികൾ പറഞ്ഞ് കൂടുതൽ അവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഈ ഹദീസിൻ്റെ പരിധിയിൽ നിന്നും പുറത്തു പോകാൻ അതൊരു കാരണമായി തീരും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ, ഒരുപക്ഷെ എന്നോട് തർക്കിക്കാൻ ഒരാൾ കടന്നു വന്നു, ആ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ തെളിവുകളും എൻ്റെ മുമ്പിലുണ്ട്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അവന് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തു. ശരി, അത് തൽക്കാലം നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഒരുപക്ഷെ വീണ്ടും അവൻ ആ ഹക്ക് മനസ്സിലാക്കാൻ നമ്മുടെ അരികിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു നീയത്തോടു കൂടി തന്നെ ആ തർക്ക സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഫിത്തനകൾ ഉടലെടുത്തിട്ടുള്ള, അതല്ലെങ്കിൽ ധാരാളമായി ഫിത്തനകളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫിത്തനകൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ, തർക്ക കുതർക്കങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഇബാദത്തിനെ പോലും ബാധിക്കും. എപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ, നമസ്കരിക്കുമ്പോൾ ആ തർക്കവുമായി ബന്ധപ്പെട്ട ചിന്തകൾ, ആളുകളെ നോക്കിക്കാണുമ്പോൾ അത് സുന്നത്തിൻ്റെ ആളുകളല്ല, അതല്ലെങ്കിൽ അവരുമായി സംസാരിക്കേണ്ടതില്ല, ഇവൻ ദീനിൽ നിന്നും പുറത്തു പോയവനാണ്, ഇവൻ അഹ്ലു സുന്നയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ തീരുമാനിക്കും. ആളുകളെ കുഫ്റിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടും ആളുകളെ ഷിർക്കിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടും പല രൂപത്തിലും ആളുകൾ ഇത്തരത്തിലുള്ള സംസാരങ്ങളും തർക്കങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഭാഗത്ത് ഹക്കുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്നും പിൻവാങ്ങി നിൽക്കലാണ് ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 10ാമത്തെ കാര്യം, കളവുകൾ നമ്മൾ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ജനങ്ങളുമായി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ദുനിയവിയായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഏത് കാര്യത്തിനാണെങ്കിൽ പോലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും കളവുകൾ വരാതെ കഴിവതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഹദീസിലൂടെ തന്നെ പറഞ്ഞു, അന സഈം വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൻ്റെ നടുഭാഗത്ത് അവിടെ ഒരു വീടിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പ് നൽകാം, ഒരിക്കലും നിന്റെ സംസാരത്തിൽ നീ കളവ് കൂട്ടിക്കലർത്താൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഇൻ കാന മാസിഹൻ, അത് തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറയും, ഞാൻ കളവ് പറയാറില്ല, ജനങ്ങളോട് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും തമാശയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും കളവ് പറയുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അത് വലിയൊരു ഗൗരവം കൊടുക്കാറില്ല. ഒരു പക്ഷേ നമ്മുടെ നാടുകളിൽ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു ദിവസത്തെ പ്രത്യേകമായി എടുത്തുകൊണ്ട് അന്ന് കളവ് പറയാൻ പൂർണ്ണമായും ലൈസൻസ് കൊടുത്തുകൊണ്ടൊരു ദിവസം, ആ ദിവസത്തിൽ ആളുകൾ കളവ് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആളുകളെ കളവ് പറഞ്ഞ് ഒരുപക്ഷെ പേടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതല്ലെങ്കിൽ ഈ ദുനിയാവിൽ അവൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്ന രൂപത്തിൽ കളവുകൾ ധാരാളമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഈ പറയുന്ന ഈ ഒരു ചെറിയ കളവുകൾ പിന്നീട് വലിയ വില കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോലും എത്താൻ അതൊരു കാരണമായി തീരും. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളോട് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ മാന്യമായി കളവുകൾ പറയാതെ സത്യസന്ധമായ രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയണം. അതുപോലെ തന്നെ ദീനിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ദീനിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നമ്മൾ കളവ് പറയാതിരിക്കുക. ഒരുപക്ഷെ നമുക്കറിയാത്തൊരു വിഷയമായിരിക്കും, ആരെങ്കിലും സംശയം ചോദിച്ചു വന്നാൽ തന്നെ നമുക്കറിയാത്തൊരു വിഷയമാണെങ്കിൽ അത് അറിയില്ല എന്ന് പറയാൻ പോലും നമുക്ക് അധികം ആളുകൾക്കും പറ്റുന്നില്ല. അവർക്ക് അവരുടെ നാവുകളിൽ കടന്നു വരുന്ന ഏത് കാര്യമാണെങ്കിലും ശരി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുന്നൊരവസ്ഥ. ഒരുപക്ഷെ കളവായിരിക്കാം, പ്രത്യേകിച്ച് ഖുർആനിലോ ഹദീസിലോ കടന്നു വരാത്തൊരു കാര്യമായിരിക്കാം, അത് ഇതിനേക്കാൾ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു നിലക്കും സംസാരിക്കുമ്പോൾ കളവുകൾ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രൂപത്തിൽ, അവൻ്റെ അഭിമാനത്തെ പിച്ച് ചീന്തുന്ന രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ കദിബു ലാ യജൂസു മാസിഹൻ വലാ ജാദൻ. അവകാശം നേടിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ തമാശയ്ക്ക് വേണ്ടിയും കളവ് പറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. അവൻ ചില കാര്യങ്ങൾ നേടിയെടുക്കാനാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തമാശകൾ ആളുകൾക്കിടയിൽ പറയാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ചിരിക്കണം, എന്നെ പരിഗണിക്കണം, ജനങ്ങളൊക്കെ എന്നിലേക്കൊന്ന് നോക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുവൻ കളവ് പറഞ്ഞാൽ പോലും അതൊരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. കാരണം ലിഅന്നഹു മിനൽ അഖ്ലാഖി ദമീമ, അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞു അത് ആക്ഷേപിക്കപ്പെട്ട ഒരു കാര്യമാണ്, വളരെയധികം ആക്ഷേപാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലത്തി ലാ യത്തസിഫു ബിഹാ ഇല്ല അഹ്ലുൻ നിഫാഖ്. അഹ്ലുൻ നിഫാഖിൻ്റെ കാപട്യത്തിൻ്റെ ആളുകൾക്കല്ലാതെ ഈ രൂപത്തിൽ പറയാൻ സാധിക്കുകയില്ല എന്ന് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കിടയിൽ തമാശകൾ പറയാറുണ്ട്.
അവിടുത്തെ ഭാര്യമാരോട് പല രൂപത്തിലും തമാശകൾ പറയാറുണ്ട്. പക്ഷെ അവിടുത്തെ തമാശകളിൽ എന്തില്ല? അതിര് കിടക്കുന്നൊരവസ്ഥ ഒരിക്കലും കടന്നു വരാൻ പാടില്ല. നമ്മൾ നമ്മുടെ മക്കളെ വിളിച്ച് പല രൂപത്തിലും കളിതമാശകളിൽ നമ്മൾ നമ്മുടെ മക്കളുമായി ഏർപ്പെടാറുണ്ട്. പക്ഷെ നമ്മുടെ മക്കളുടെ മുമ്പിൽ തമാശ പറയുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും അവരുമായി മാന്യമായ രൂപത്തിലുള്ള തമാശകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. കളവുകൾ കലർത്തിക്കൊണ്ടുള്ള ഒരു സംസാരവും നമ്മുടെ മക്കളുമായി നമ്മൾ ബന്ധപ്പെട്ട് പറയാൻ പാടില്ല. നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ കളവ് സംസാരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ ആദർശ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും കളവുകൾ കൂട്ടിക്കലർത്തിയിട്ടുള്ള സംസാരങ്ങൾ ഒരിക്കലും പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാലു യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുന, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലേക്ക് തമാശകൾ പറയാറുണ്ടല്ലോ എന്ന് സഹാബികൾ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖ്ഖ, ഞാൻ തമാശകൾ പറയുമ്പോൾ സത്യമല്ലാത്തതൊന്നും ഞാൻ പറയാറില്ല, ഒരു കളവ് പോലും എൻ്റെ സംസാരങ്ങളിൽ കടന്നു വരാറില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തമാശകൾ അതിരുകടന്ന് അത് വലിയ വലിയ അപകടങ്ങളിലേക്ക് പോലും എത്തുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരിക്കലും നമ്മൾ അത്തരത്തിലുള്ള സംസാരങ്ങൾ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു യാത്രാ സംഘം, അവർ കാനു യസീറൂന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാമ റജുലുൻ മിൻഹും ഫൻതലഖ ബഅദുഹും ഇലാ ഹബ്ലിൻ മഅഹു ഫഅഖദഹു ഫഫസിഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രാ സംഘം, ആ യാത്രയിൽ ഒരു വ്യക്തി അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒരു സമയത്ത് ഫൻതലഖ ബഅദുഹും ഇലാ ഹബ്ലിൻ മഅഹു ഫഅഖദ ഫഫസിഅ, അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടായിരുന്ന, അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു ചാട്ടവാറോ അതല്ലെങ്കിൽ ഒരു കയറ് പോലുള്ളൊരു വസ്തുവോ അദ്ദേഹത്തിൽ നിന്ന് കൂടെയുണ്ടായിരുന്ന ആളുകൾ മാറ്റി വെച്ചൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ചെറിയ രൂപത്തിൽ ഭയപ്പെടുത്താമെന്ന രൂപത്തിൽ അവർ ചെയ്തതാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആ ചാട്ടവാർ അതല്ലെങ്കിൽ ആ കയർ ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഒന്ന് മാറുന്നത് കണ്ടു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറബ്ബിഅ മുസ്ലിമൻ, ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെയും ഒരു നിലക്കും ഭയപ്പെടുത്താൻ പാടില്ല. തമാശയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഒരുപക്ഷെ സൗഹൃദങ്ങൾക്കിടയിൽ പലപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഈ രൂപത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള കളവുകൾ അത് നമ്മുടെ സ്വർഗത്തെ തടയാനും നരകം നമ്മുടെ മേൽ വന്ന് പതിക്കാനും അതൊരു കാരണമായി തീരും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും കളവിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചാൽ, കളവുകൾ പറയാതെ നല്ല രൂപത്തിൽ സത്യസന്ധമായ രൂപത്തിൽ എപ്പോഴും സംസാരിക്കാനും ആളുകളുമായി കൊണ്ട് പെരുമാറാനും ഒരുവിന് സാധിച്ചാൽ അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ നടുഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ താഴ്വരകളിലുമൊക്കെ നമുക്ക് വീടുകൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് വാദിക്കാം, അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകാമെന്നൊക്കെ പറയപ്പെടുമ്പോൾ ഈ ഹദീസുകളൊന്നും ഒരിക്കലും നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് സ്വർഗം നേടിയെടുക്കാനും ആ സ്വർഗത്തിലുള്ള ഉന്നതമായ പദവികളെല്ലാം നേടിയെടുക്കാനും കാരണമായി തീരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും നിസ്സാരവൽക്കരിക്കാതിരിക്കുക. ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹു തആലയുടെ സ്വർഗം നേടണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയും ആത്മാർത്ഥമായും ഇഖ്ലാസോടുകൂടിയുമൊക്കെ നല്ലപോലെ കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുമുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഓരോ പാപങ്ങളും പൊറുക്കുകയും അതിന് പകരമായി നന്മകൾ രേഖപ്പെടുത്തുകയും അല്ലാഹു തആലയുടെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയായ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.